മേക്കപ്പ് ഇടുമ്പോഴേ ലാലേട്ടൻ്റെ ചെറിയ രൂപമെങ്കിലും എനിക്ക് കിട്ടുന്നുള്ളൂ. പടം സൂപ്പർ ഹിറ്റാണ്. അന്നും ഇന്നും ലാലേട്ടൻ തകർത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. മോഹൻലാലിൻ്റെ ലാലേട്ടൻ്റെ ഫിഗർ അനുകരിച്ച് കുറച്ച് വർഷങ്ങൾ കൊണ്ട് മീഡിയയിൽ നിൽപ്പുണ്ട്. മീഡിയയിലല്ല, സ്റ്റേജ് പ്രോഗ്രാമിൽ. ഇപ്പോൾ ലാലേട്ടനെ വിറ്റാണ് ഞാൻ ജീവിക്കുന്നത്. രാവിലെ എന്ത് പറയാനാ, ഒരു ലാലേട്ടൻ്റെ കണ്ണാടി നോക്കി ലാലേട്ടൻ്റെ ഒരു ഫിഗറെങ്കിലും പിടിച്ചില്ല രാവിലെ എണീക്കാറില്ല. തലയും പിള്ളേരെ എത്തിയിരിക്കുന്നു. അയ്യോ, ചട്ടിക്കുളങ്ങര ഭരണിനാടിൽ ഉത്സവം കണ്ട് നടക്കുമ്പോൾ ചട്ടിക്കുളങ്ങര ഭരണിനാട് ഉത്സവം കണ്ട് നടക്കുമ്പോൾ കുപ്പികളെ കിടക്കുള്ളിൽ ചപ്പികളെ ഞാൻ കണ്ടൊരു പുഷ്പമനിയുടെ തേരോട്ടം ചട്ടിക്കുളങ്ങര ഭരണിനാടിൽ ഉത്സവം കണ്ട് നടക്കുമ്പോൾ ചട്ടിക്കുളങ്ങര ഭരണിനാട് ഉത്സവം കണ്ട് നടക്കുമ്പോൾ കുപ്പികളെ കിടക്കുള്ളിൽ ചപ്പികളെ ഞാൻ കണ്ടൊരു പുഷ്പമനിയുടെ തേരോട്ടം ആരുടെ എൻ്റെ പിള്ളേരെ തൊടുന്നേ? അയ്യോ, അപ്പം ഞാനും എൻ്റെ പിള്ളേരെ എത്തിയിരിക്കുന്നു. അയ്യോ, എല്ലാവരും സിനിമ കാണണം, വീണ്ടും എന്നെ വിജയിപ്പിക്കണം. അടിപൊളിയല്ലേ? അയ്യോ, പടം സൂപ്പർ ഹിറ്റാണ്. അന്നും ഇന്നും ലാലേട്ടൻ തകർത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അന്ന് നമുക്ക് തിയേറ്ററിൽ എന്തു പറയാനാ, തിയേറ്ററിൽ ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടിയില്ല. ക്യൂ നിന്നിട്ട് പോലും അന്ന് ടിക്കറ്റ് ഇല്ല. പക്ഷേ ദേവസാഴ്ച ഇപ്പോഴും വളരെ തിരക്കാണ്. എന്തായാലും സന്തോഷമുണ്ട്. ലാലേട്ടൻ്റെ മുമ്പിൽ, ഈ തിയേറ്ററിൻ്റെ മുമ്പിൽ ലാലേട്ടൻ വന്ന് കാല് പതിച്ച തിയേറ്ററിൻ്റെ മുമ്പിൽ എനിക്ക് ഈ വേഷത്തിലെത്താനും ഞാൻ വളരെ നാളുകൊണ്ട് ആഗ്രഹിക്കുന്നു. പക്ഷേ ദൈവം അനുഗ്രഹിച്ച് തിയേറ്ററിലെത്താനും എന്നെ ഈ വേഷം നിങ്ങളെല്ലാവരും തന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദി. അതുപോലെ തന്നെ പടം വമ്പം ഹിറ്റായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. തിയേറ്ററിൽ ഫുള്ളാണ്. രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം 3 നേരം ഫുള്ളാണ്. പിന്നെ ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. അപ്പോൾ എറണാകുളത്ത് ചെയ്യണമെന്ന് ഏറ്റവും വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും അത് നടന്നു. അത് പറയാനിട്ട് വർഷങ്ങൾ മുമ്പ്, എൻ്റെ ഒരു 15 വർഷം കൊണ്ട് സിനിമ ഇറങ്ങിയിട്ട് 17 വർഷമാകുമ്പോൾ 16 വർഷം കൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് ഇതുപോലെ ഒരു തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് ചെയ്യണമെന്ന്. ഞാൻ റോഡ് ഷോ ചെയ്യുന്ന ആളാണ്. മോഹൻലാലിൻ്റെ ലാലേട്ടൻ്റെ ഫിഗർ അനുകരിച്ച് കുറച്ച് വർഷങ്ങൾ കൊണ്ട് മീഡിയയിൽ നിൽപ്പുണ്ട്. മീഡിയയിലല്ല, സ്റ്റേജ് പ്രോഗ്രാമിൽ തിരുമലചന്ദ്രൻ്റെ ട്രൂപ്പിലാണ് നിൽപ്പുണ്ട്. അപ്പം ഇപ്പോഴും റോഡ് ഷോയിൽ ഈ ചോട്ടാമുമ്പിൽ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തായാലും വളരെയധികം സന്തോഷമുണ്ട് നിങ്ങളുടെ മുമ്പിലെത്താനും. ടിക്കറ്റ് കിട്ടുമെന്നുള്ള പ്രതീക്ഷ ഇല്ലായിരുന്നു. ഇന്നലെ തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഇവിടെ തങ്ങിയിട്ട് രാവിലെ വന്നിട്ട് പോലും ടിക്കറ്റ് കിട്ടിയില്ല. ദൈവം അനുഗ്രഹിച്ച് ടിക്കറ്റ് കിട്ടി. ചിരി സ്റ്റോപ്പില്ല, ചിരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓരോ കൗണ്ടറുകളെന്ന് പറഞ്ഞാൽ എല്ലാവരും തകർത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. രാജേന്ദ്രദേവ്, എല്ലാവരും, ബിജുക്കുട്ടൻ, അവരെല്ലാവരും തകർത്ത് അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. കയ്യടിയാണെങ്കിൽ തിയേറ്റർ നിറഞ്ഞ് ആൾക്കാർ എണീറ്റ് നിന്നവരെ കൈയടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒട്ടും പ്രതീക്ഷിക്കാതെ രാജേന്ദ്രദേവിൻ്റെ കുറേ ചെറിയ ചെറിയ കൗണ്ടറുകളുണ്ട്. അതിലാണ് ഏറ്റവും കൂടുതൽ കൈയടി. പിന്നെ ഭാവനയായിരുന്നാലും ഇടയ്ക്ക് ഷക്കീൽ വരുമ്പോഴുള്ള ആ ഒരു കോമ്പിനേഷൻ എല്ലാവരും ഒന്നും പറയില്ല, മത്സരിച്ച് അഭിനയിച്ചിട്ടുണ്ട് ചോട്ടാമുമ്പേ. അതായത് അന്ന് കണ്ട ആ ഒരു ക്വാളിറ്റി തന്നെയാണ് ഇപ്പോഴും നിറഞ്ഞ്, ഒന്നും പറയാനില്ല. കൊച്ചുപ്രേമൻ ചേട്ടൻ എൻ്റെ നാട്ടുകാരനാണ്, തിരുവനന്തപുരംകാരനാണ്. രാജേന്ദ്രദേവ്, അതുപോലെ തന്നെ ഒരുപാട് ഒരുപാട് ആർട്ടിസ്റ്റുകൾ ഇതിൽ നിന്ന് മൺമറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ അവരെയൊക്കെ ഓർമ്മിക്കാനും വീണ്ടും ഒരുപോലെ. പക്ഷേ എനിക്ക് തോന്നുന്നു ഇതുപോലത്തെ ഒരു സിനിമ എല്ലാവരെയും ഒത്തൊരുമിച്ച്, അതായത് കോമഡി, സീരിയസ് എന്ന് പറയുന്ന കുറച്ച് ഭാഗം മാത്രമേ ഉള്ളൂ, ബാക്കി മൊത്തം കോമഡിയാണ്. കോമഡി കൊണ്ട് നിറച്ചിരുന്ന. പക്ഷേ അന്നത്തെ പ്രോത്സാഹനത്തിനെക്കാട്ടിയും ഇന്നാണ് ഏറ്റവും കൂടുതൽ പ്രോത്സാഹനം കിട്ടിയിരിക്കുന്നത്. എന്തായാലും ഹാപ്പിയായി. എന്തായാലും ഒരു ലോട്ടറി അടിച്ച മാതിരിയാണ് ഇന്നത്തെ ഈ സിനിമ കണ്ടതുകൊണ്ട്. അപ്പോൾ മീഡിയക്കാരെ നിങ്ങളോട് നന്ദി പറയുന്നു. എനിക്ക് ഫിഗറില്ലെങ്കിൽ പോലും വണ്ണം കൊണ്ടാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നത്. കാരണം കുറച്ച് വർഷങ്ങളുണ്ട് ഞാൻ SLC കഴിഞ്ഞിട്ട് ഇതുവരെ മിമിക്രി ഫീൽഡിൽ ലാലേട്ടൻ്റെ ഫിഗറാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ലാലേട്ടൻ്റെ മുന്നേ ഇന്നുവരെ ചെയ്തിട്ടില്ല. അപ്പം പുള്ളിയോട് കടുത്ത ആരാധനയാണ്. ഒരുപാട് പ്രാവശ്യം ശ്രമിച്ചു പുള്ളിയെ കാണാനായിട്ട് ഈ വേഷത്തിലും, പക്ഷേ നടന്നില്ല. എന്തായാലും വളരെ 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 സന്തോഷമുണ്ട്. കാര്യം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ലാലേട്ടനെ വിറ്റാണ് ഞാൻ ജീവിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഈ കോസ്റ്റ്യൂം എന്ന് പറഞ്ഞാൽ മിക്ക മിമിക്രി ആർട്ടിസ്റ്റുകളും ഉണ്ട് കോസ്റ്റ്യൂം. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ ഒരു സാധനം കറക്റ്റായിട്ട് എൻ്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ഈ വർക്കൊക്കെ ഞാൻ സ്വന്തമായിട്ട് ചെയ്തതാണ്. വർക്കെല്ലാം സ്വന്തമായിട്ടാണ്. ബെൽറ്റ് ആയിരുന്നാൽ പോലും എല്ലാം സ്വന്തമായിട്ടാണ്.
പിന്നെ ഈശ്വരൻ്റെ അനുഗ്രഹം ഇനിയും ഈ ലാലേട്ടൻ്റെ ഫിഗറിൽ തുടരണം എന്നാണ് വളരെയധികം കടുത്ത ആരാധനയാണ്. കടുത്തതെന്ന് പറഞ്ഞാൽ രാവിലെ എന്ത് പറയാനാ, ഒരു ലാലേട്ടൻ്റെ കണ്ണാടി നോക്കി ലാലേട്ടൻ്റെ ഒരു ഫിഗറെങ്കിലും പിടിച്ചില്ല രാവിലെ എണീക്കാറില്ല. എന്നുവെച്ചാൽ അത്രയ്ക്കുള്ള ആരാധനയാണ്. പുള്ളി ചെയ്തു വെച്ചിരിക്കുന്ന ഓരോ കഥാപാത്രങ്ങളും നമ്മളെ, അതായത് നമ്മളായിട്ട് തന്നെയാണ് അതിൽ സിനിമയിലൊക്കെ അഭിനയിച്ചിരിക്കുന്നത്. പുള്ളി കരയുന്നതായിരുന്നാലും ചിരിക്കുന്നതായിരുന്നാലും അത് നമ്മളെ പോലെ തന്നെയാണ്. പുള്ളി വേറൊരു ലെവലാണ്. പുള്ളി ഒന്ന് പറയണമായിരുന്നു കാര്യം എന്ന് പറയും, ഫിഗറില്ല പോലും എന്നെ കളിയാക്കുന്നവരുണ്ട് നീല, പക്ഷേ മേക്കപ്പ് ഇടുമ്പോഴേ ലാലേട്ടൻ്റെ ചെറിയ രൂപമെങ്കിലും എനിക്ക് കിട്ടുന്നുള്ളൂ. പക്ഷേ മേക്കപ്പ് അഴിച്ചാൽ ആരും അംഗീകരിക്കത്തില്ല, ലാലേട്ടൻ ചെയ്യുന്നതെന്ന് ആരും അംഗീകരിക്കത്തില്ല. പക്ഷേ എന്തായാലും ഇന്ന് ഈ വേദിയിൽ, അതായത് തിയേറ്ററിൽ എത്താനും വളരെയധികം കഷ്ടപ്പെട്ടു കേട്ടോ. കാര്യം ഇന്നലെ രാത്രി 12-1 മണിയായി ട്രെയിൻ കയറിയപ്പോൾ. ഇവിടെ വന്നപ്പോൾ വഴി അറിയില്ല, പിന്നെ ഓട്ടോയൊക്കെ പിടിച്ച് നേരെ ഇങ്ങോട്ട് വന്നു. ഇവിടെ 6 മണിയിട്ട് ഇവിടെ ക്യൂ ആയിരുന്നു. അപ്പോൾ തിയേറ്ററുകാർക്ക് ദേഷ്യം വരുന്നു. ഞാൻ അപ്പോഴപ്പോഴാണ് ചോദിക്കുന്നത് എപ്പോഴാണ് തുറക്കുന്നത്, എത്ര മണിക്ക് ഷോ. അവർക്ക് ദേഷ്യം വന്ന് പിന്നെ ഞാൻ അങ്ങോട്ട് ഗേറ്റിനോട് മാറിയിരുന്നു. എന്നിട്ടും ഇവിടെ ഒന്ന് ടിക്കറ്റ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയില്ലായിരുന്നു. ഭാഗ്യത്തിന് എങ്ങാണ്ടോ 2 ടിക്കറ്റിൽ 1 ടിക്കറ്റ് എനിക്ക് കിട്ടി. എന്തായാലും ഇന്ന് ഈ ദിവസം ഈ ലാലേട്ടൻ്റെ ഫിഗറിലും ഈ സ്റ്റേജിലും നിൽക്കാനുള്ള അനുഗ്രഹത്തിന് ദൈവത്തിനോടും ഇവരെല്ലാവരും എന്നെ ഇവിടെ കയറ്റിവിട്ട ഈ തിയേറ്ററിലെ ആൾക്കാരോടും നന്ദി പറയുന്നു. പിന്നെ ഫാൻസുകാർ, ലാലേട്ടൻ്റെ ആരാധകർ എല്ലാവർക്കും നന്ദി പറയുന്നു. ഇവിടെ ഒന്ന് മാറിയാൽ റൂമൊന്നും ഇല്ലായിരുന്നു, ഈ പടിക്കെട്ടിൽ നിന്ന് ചേഞ്ച് ചെയ്തതാണ്. അപ്പോൾ ചെറിയ പേടിയുണ്ടായിരുന്നു, കാര്യം ഇറക്കി വിടുമോ എന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. എന്നാലും ഇവിടെ ഇരുന്ന് തന്നെ മേക്കപ്പ് എല്ലാം സ്വന്തമായിട്ട് തന്നെ ഇടുന്നത്. പിന്നെ ഇതൊക്കെ തേയിലപ്പൊടിയാണ്, മീശയൊക്കെ തേയിലപ്പൊടിയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്.